നീ പ്രതീക്ഷിക്കാത്ത വഴികൾ എന്റെ ദൈവം നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. യേശുവിൻ നാമത്തിൽ നീ പ്രതീക്ഷിക്കാത്ത വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. പേർഷ്യൻ രാജ്യത്തിലെ ഒരു പൗരൻ, അതും ശൂഷൻ രാജസന്നിധിയിൽ രാജാവിന്റെ പാനപാത്രവാഹകനായി സകല മഹത്വത്തിലും പദവിയിലിരിക്കുന്ന നെഹമ്യ എന്ന സഹോദര ദൈവമനുഷ്യ, നിങ്ങൾ എന്തിനാണ് യെരൂശലേമിന് വേണ്ടി കരയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. നീ കണ്ടിട്ടില്ലാത്തവനെ നിന്റെ വിടുതലിനായി ദൈവം ഒരുക്കും. ഇതാരോടുള്ള ദൂതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്കൊരു പരിചയവും കാണുകയില്ല, നിനക്കൊരു ബന്ധവും കാണുകയില്ല. പക്ഷേ നിനക്ക് ബന്ധമില്ലാത്ത ചിലർ നിന്നെ തേടി വരികയാണ്. നിനക്ക് പരിചയമില്ലാത്ത ചിലർ നിന്നെ തേടി വരികയാണ്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh Jesus, I am prophesying over you. Amen. എത്രയോ യഹൂദന്മാർ ആ രാജ്യത്തിലുണ്ട്, എത്രയോ പ്രമാണികൾ ആ പട്ടണത്തിലുണ്ട്. ഒരു യഹൂദന്റെയും അകത്ത് വെളിപ്പെടാത്ത ദർശനവും, ഒരു യഹൂദന്റെയും അകത്ത് വരാത്ത ആത്മഭാരവും ഇരുന്ന ഒരുത്തന്റെ അകത്ത് ഈ സഭയിലെ കുടുംബങ്ങൾ എഴുതി വെച്ചോ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ എഴുതി വെച്ചോ, നീ പ്രതീക്ഷിക്കാത്ത വഴികൾ എന്റെ ദൈവം നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. യേശുവിൻ നാമത്തിൽ നീ പ്രതീക്ഷിക്കാത്ത വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. ഇവരെ കരുതാൻ, സഭയെ കരുതാൻ, ഇവരുടെ കുടുംബത്തിനായി, ഇവരുടെ തലമുറയ്ക്കായി മറ്റ് ചിലരുടെ അകത്ത് ആത്മഭാരം കൊടുത്തു, മറ്റ് ചിലരുടെ അകത്ത് പേടൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ കണ്ടിട്ടില്ലാത്ത ചിലതിനെ മറുഭാഗത്ത് ദൈവം ഒരുക്കുകയാണ്. ജെറുസലേമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, വെറും പ്രാർത്ഥനയല്ല, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ഇരുന്ന് കരഞ്ഞെന്നല്ലേ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ, കരഞ്ഞു പ്രാർത്ഥിക്കാൻ, കുറെ നാൾ പ്രാർത്ഥിക്കാൻ, ആത്മഭാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ. ആ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരുത്തന്റെ അകത്ത് മറ്റൊരു സ്ഥലത്ത് സ്വർഗം ആത്മഭാരമിട്ടെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ, നീ ചിന്തിച്ചിട്ടില്ലാത്ത റൂട്ടുകളിലൂടെ നിന്റെ വിടുതലിനായി, സഭയുടെ വിടുതലിനായി, നിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന് ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചു സ്വീകരിക്കുന്നു. ദൈവം എടുക്കുന്ന റൂട്ടുകൾ, ദൈവം എടുക്കുന്ന വഴികൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളാണ്. ജെറുസലേമിന്റെ വാതിലുകൾ ശത്രു തകർത്തപ്പോഴും, അതിന്റെ ജനാലകളും ഉടച്ചു കളഞ്ഞപ്പോഴും, അതിന്റെ കിളിവാതിലുകളെ നശിപ്പിക്കുമ്പോഴും, പട്ടണത്തിൽ ശത്രു അഴിഞ്ഞാടുമ്പോഴും, യഹൂദന്മാർ പലരും എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി ഒളിക്കുമ്പം, അരമനകളിൽ അധികാരമുള്ള ഒരു മനുഷ്യന്റെ അകത്ത് ആത്മഭാരത്തെ കൊടുത്ത് ആ പട്ടണത്തിന് വേണ്ടി ഇരിക്കാൻ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ, കരയാൻ, ഉപവസിക്കാൻ ഒരുത്തനെ തമ്പുരാൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ ഞാനും നീയും അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ തമ്പുരാൻ നടത്തിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
ഇനി നെഹമ്യാവ് എന്ന എസ്രാ നെഹമ്യ, ഇവർ രണ്ടുപേരുടെയും കൂടെ സംഭാവനയാണ് ഈ പുസ്തകം. സമകാലികരാണിവർ, എസ്രാ നെഹമ്യ. ഈ എസ്രായിക്കും നെഹമ്യായിക്കും 200 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ഇരമ്യാവ്. ഇരമ്യാവ് ഒരു പ്രൊഫസി എന്ന് വെച്ചാൽ അന്ന് ആ പ്രവാചകൻ പ്രവചിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ വായായിട്ടാണ് നിൽക്കുന്നത്. ഇസ്രായേലിനെ നോക്കി നെഹമ്യാവിന് 200 വർഷം മുമ്പ് ഒരു വാക്ക് റിലീസായി കിടക്കുക. പിടിയിടുന്നോ? ഒരു വാക്ക് ആ പട്ടണത്തിൽ റിലീസായി കിടക്കുക. എന്തായിരുന്നു അറിയാതെ? ജെരമ്യായുടെ പ്രവചന പുസ്തകം 15-ാം അധ്യായം അതിന്റെ 5-6 വാക്യത്തിൽ കിടപ്പുണ്ട്. യെരൂശലേമേ, ആർക്കും നിന്നോട് കനിവ് തോന്നുന്നു? ആരും നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിക്കാൻ ആര് കയറി വരും? നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ നശിപ്പിക്കും. ഞാൻ നിന്നോട് കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. 7-ാം വാക്യത്തിൽ ദേശത്തിന്റെ പടിവാതിലുകളിൽ ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞു. ഞാൻ എൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു, എങ്കിലും അവർ തങ്ങളുടെ വഴികളെ തിരിഞ്ഞില്ല. 5-ാം വാക്യം ഒന്നും കൂടെ നോക്കാം. നിന്നോട് ആർക്ക് കനിവ് തോന്നും? യെരൂശലേമേ, നിന്നോട് ആര് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിക്കാൻ ഇനി ആര് വരും? 6-ാം വാക്യത്തിൽ പറയുന്നു, നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയതിനാൽ എൻ്റെ കൈ നിന്റെ നേരെ നീട്ടി നിന്നെ നശിപ്പിക്കും. ഇനി നിന്നോട് ഞാൻ കരുണ കാണിക്കില്ല, കരുണ കാണിച്ച് മടുത്തു. ഇങ്ങനൊരു പ്രവചനം ദൈവത്തിൽ നിന്ന് റിലീസായി കിടക്കുകയാണ്. എവിടെ? യെരൂശലേമിൽ, ആ പട്ടണത്തിൽ. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർ അനുഭവിക്കുകയാണ്. അതിൻ്റെ എല്ലാ ദുഃഖങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. അതിൻ്റെ എല്ലാ പീഡകളും വിവിധ നിലകളിൽ അവർ അനുഭവിക്കുകയാണ്. ഇങ്ങനെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇനി നിന്നോട് ആരും കരുണ കാണിക്കില്ല, നിന്നോടാർക്കും സഹതാപം തോന്നില്ല, നിന്നോടാർക്കും കനിവുണ്ടാകില്ല എന്ന് വിധി എഴുതി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരുത്തൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ, ഒരുത്തൻ ഇടിവിൽ നിൽക്കാൻ, ഒരുത്തൻ പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ തയ്യാറാകുന്നത്. ഞാനൊരു സത്യം വിളിച്ചു പറയാം. ഭവനത്തിനകത്തോ സഭയ്ക്കകത്തോ ആത്മഭാരത്തോടെ ചങ്ക് തകർന്ന് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ വെച്ച പല വിധികളും മാറി മറിയും. വിശ്വസിക്കുന്നോ? നിന്റെ മേളിൽ കുടുംബ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ പാരമ്പര്യമായി നിൽക്കുന്ന ശാപങ്ങളും അതിന്റെ തകർച്ചകളും ഇനി അതിനകത്തൊരു നന്മയുണ്ടാകില്ല എന്ന സകല കൈയെഴുത്തുകളും ഉടച്ചു കളഞ്ഞ് അതിനെ തകിടം മറിച്ച് അതിന്റെ മുകളിൽ ഒരു പുതിയ വിധിയെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും.